السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تهنوا ولا تهزنوا وأنتم الأعلون إن كنتم مؤمنين. صدق الله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഈ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ തെറ്റുകളും അവന്റെ മഹദ് ഫള് കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നോമ്പുകൾ, നിസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ മുഴുവൻ ഹസനാത്തുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഒരു ചെറിയ പെരുന്നാളിനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്ക് ഈ അവസരങ്ങൾ നൽകിയ അല്ലാഹുവിനെ എത്രത്തോളം സ്തുതിച്ചാലും മതിയാവുകയില്ല. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് അടിമയായ ഞാനും നിങ്ങളും യഥാർത്ഥ രീതിയിലുള്ള ഒരു നന്ദി നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് ഈ പെരുന്നാൾ സുദിനത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവന് നൽകുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രത്തോളം അനുഗ്രഹമാണ് അല്ലാഹു നൽകുന്നത്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ മനുഷ്യരായ നാം നന്ദി, ശുക്ർ ചെയ്യൽ വളരെ കുറവ് തന്നെയാണ്. നാം വിചാരിക്കും അല്ലാഹു തന്നതിനൊക്കെ ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന്. ഒരിക്കലുമില്ല. ഒരു ചെറിയ ഒരു കാര്യം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രഭാതമായപ്പോൾ
ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ പ്രഭാതം മുതൽ ഇതേ സമയം വരെ എത്രയോ ശ്വാസോച്ഛ്വാസങ്ങളാണ് ഞാനും നിങ്ങളും നടത്തിയത്, കണക്കില്ല. ഈ 8 മണി വരെയും നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഈ സമയം വരെ ഞാനും നിങ്ങളും നടത്തിയതായ ഈ ശ്വാസോച്ഛ്വാസങ്ങൾ ഒരിക്കലും നമുക്ക് അത് കൃത്യമായ രീതിയിൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാം ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഞാനിത് പറയാനുള്ള കാരണം, പെരുന്നാൾ എന്തിനുള്ളതാണ്? പലപ്പോഴും ആ പെരുന്നാളിനെ കുറിച്ച് നാം മറന്നു പോകാറാണ് അധികവും. എന്നാൽ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത് സന്തോഷങ്ങൾ പങ്കിടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സുഹൃതങ്ങൾ സ്വീകരിക്കപ്പെട്ടോ എന്ന് ആലോചിക്കാനുള്ള ദിവസം കൂടിയാണ് പെരുന്നാൾ എന്നത്. അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം നമ്മുടെ സുഹൃതങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പവിത്രമായ പെരുന്നാളിന്റെ ഖുതുബയിൽ മഹാനുഭാവൻ പറയുന്ന ഒരു കാര്യമാണ്, മുൻഗാമികൾ പെരുന്നാളിന് സന്തോഷിക്കുക അത് മാത്രമല്ല, മറിച്ച് റമദാനിലെ സുഹൃതങ്ങൾ സ്വീകരിക്കപ്പെട്ടോ ഇല്ലയെന്ന് ആലോചിച്ച് കരയുമായിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പെരുന്നാളിന്റെ ഖുതുബയിൽ ആളുകളോട് സംവദിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഈ ആഘോഷങ്ങളുടെ വേളയിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതങ്ങളിൽ ഉള്ള ന്യൂനതകളെ നമുക്ക് കണ്ടെത്തി ആ ന്യൂനതകളെ മാറ്റിക്കൊണ്ട് ജീവിതത്തിന്റെ നല്ലൊരു കാര്യത്തിന് വേണ്ടി തയ്യാറാകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഓരോ പെരുന്നാളുകളും കടന്നു വരുമ്പോൾ പുതിയ ഡ്രസ്സുകൾ ഇട്ട് അതുപോലെ ആഡംബര രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കുറെ പടക്കങ്ങൾ പൊട്ടിച്ച് ആഹ്ലാദിച്ച് ആ പെരുന്നാളിനെ ആഘോഷിക്കുക എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞു പോയ റമദാനിൽ ആ സുഹൃതങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. യജമാനനായ റബ്ബ് കഴിഞ്ഞ റജബിലും ശഅബാനിലും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ആ ദുആ സ്വീകരിച്ചതിന്റെ ഭാഗമാണ് നമുക്ക് പവിത്രമായ റമദാനിലേക്കുള്ള ആ വലിയ അഡ്മിഷൻ കിട്ടിയത്, ആ പ്രവേശനം കിട്ടിയത്. എന്നാൽ ആ 29 ദിനരാത്രങ്ങളെ എന്റെ റബ്ബിലേക്ക് ഞാൻ സമർപ്പിച്ചോ
എന്റെ റബ്ബ് എനിക്ക് തന്ന ആരോഗ്യങ്ങളെ കൊണ്ട് ഞാൻ കൃത്യമായി അള്ളാഹുവിനെ ഇബാദത്ത് എടുത്തു, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചോ, അടുത്ത നിമിഷം എനിക്ക് എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ കഴിവിന് അല്ലെങ്കിൽ എനിക്കുള്ള ആ ഓരോ വിഷയങ്ങൾ എന്റെ റബ്ബ് എന്റെ ഭാഗത്തുനിന്ന് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ സമയങ്ങളിലാണ് നമ്മുടെ പല വിഷമങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവരിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഈദുൽ ഫിത്തർ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഫലസ്തീനിലെയും ഗസയിലെയും മക്കൾ അവർ പവിത്രമായ നോമ്പ് വരെ പിടിക്കാൻ വേണ്ട ഒരു തറാവീഹ് പോലും നമസ്കരിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പ്രയാസപ്പെട്ടപ്പോൾ അതെല്ലാം കേട്ടവരാണ്, കണ്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ പവിത്രമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു. എന്റെ റബ്ബ് എനിക്ക് ഇത്തരത്തിലുള്ള സന്തോഷങ്ങളും എനിക്ക് ഇതുപോലെയുള്ള സൗകര്യങ്ങളും നൽകിയിട്ട് എന്റെ റബ്ബിന് വേണ്ടി നന്ദി സൂചകമായി കൊണ്ട് ഞാൻ ആ റബ്ബിന് എന്ത് ചെയ്തു എന്ന ഒരു വലിയ ആത്മപരിശോധനത്തിന്റെ വലിയൊരു സൂചനമായി ഈ ചെറിയ പെരുന്നാൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നാം അതൊന്നും ചിന്തിക്കുന്നില്ല. ഈ വർഷവും തുടർന്നു ഇറാനിൽ അവർക്ക് നിസ്കരിക്കുവാനും നോമ്പ് നോക്കാനും പ്രിയപ്പെട്ടവരെ ചാനലിലൂടെ നാം ബോംബ് എവിടെയാണ് വർഷിക്കുന്നത്, മിസൈൽ എവിടെയാണ് വീഴുന്നത് എന്നതിനെ കുറിച്ചാണ് നാം പലപ്പോഴും പല വാർത്തകളിൽ നിന്ന് നോക്കിയതും മനസ്സിലാക്കിയതും. പക്ഷേ ആ ഇറാനിലുള്ള വ്യക്തികൾ അവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റിയോ, അവർക്ക് നിസ്കരിക്കാൻ പറ്റിയോ, അവർക്കൊന്ന് നോമ്പ് പിടിക്കാൻ പറ്റിയോ എന്നതിനെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരു ഗ്യാസ് നമുക്കില്ലാതെയായപ്പോഴാണ് നമ്മുടെ വല്ല പ്രയാസങ്ങളും വേദനകളും രോക്ഷവും നമുക്ക് വന്നത്. പക്ഷേ നമുക്ക് അല്ലാഹുവിന്റെ ആ പവിത്രമായ ആ അല്ലാഹുവിന്റെ ശിആറുകൾ നിലനിർത്താനും അതുമായി ബന്ധപ്പെടാനും നമുക്ക് അവസരങ്ങൾ കിട്ടിയോ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭയമില്ല, അവന് പേടിയില്ല. ആ മനുഷ്യനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും അടിവരയിട്ട് പഠിപ്പിക്കുന്നത് ഈമാനാണ്. ഈമാൻ ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വിജയമുണ്ടാകുന്നത്, അല്ലെങ്കിൽ അവന് പരാജയമാണ്. എന്നാൽ നാം മനസ്സിലാക്കണം, യുദ്ധം നടക്കുമ്പോൾ ആളുകളിൽ ഒരിക്കലും ഭീതി, പേടി പടർത്തരുത്. ഒരിക്കലും പേടി പടർത്തരുത്. അത് ഇസ്ലാമിന്റെ അജണ്ടയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. സൂറത്ത് ആലി ഇംറാൻ പരിശോധിക്കുമ്പോൾ കാണാം, വിശ്വാസികൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഫലസ്തീനിലും ഗസയിലും ഇപ്പോഴും അവിടെ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ അവർക്ക് ഗ്യാസ് വേണ്ടേ? അവർക്ക് അവിടെ ഭക്ഷണങ്ങൾ വേണ്ടേ? ഇവിടെ നമുക്ക് ഗ്യാസ് കിട്ടാതെ വന്നപ്പോൾ ഹോട്ടലുകളെല്ലാം 23-ാം തീയതിക്ക് ശേഷം പൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ ഭയപ്പാടിലായി, പേടിയിലായി. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ
ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശുദ്ധമായ ഖുർആനിന്റെ വചനമാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് ഈ പെരുന്നാളിന്റെ സന്ദേശത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഉണർത്തുകയാണ്. എന്നാൽ നാം മനസ്സ് തുറക്കേണ്ടതും നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടതും നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് ഇബാദത്തുകളിലായി നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, നമ്മുടെ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നു, ഇഷ്ടങ്ങൾ പറയുന്നു, ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ നാം കൊണ്ടുപോകരുത്. അത് നാം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റെ റബ്ബ് എന്നെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ വഴിപ്പെട്ടുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടിയാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകണം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി വന്നാലും വിശ്വാസം പ്രധാനമാണ്. എങ്കിൽ നമ്മെ ആർക്കും കീഴടക്കാനാകില്ല, ഒരിക്കലും കീഴടക്കാനാകില്ല. അതിന്റെ എത്രയോ തെളിവുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതാണല്ലോ പരിശുദ്ധമായ ബദറിലെ 313ഓളം പോരാളികൾ അവിടെ വ്യക്തമായി തെളിയിച്ചു തന്ന സംഗതികൾ. വിശ്വാസത്തിൽ പിറകോട്ട് പോയാൽ ഏത് ദുർബലരായ ആളുകൾക്കും നമ്മെ കീഴടക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന്, ഈമാനിൽ നിന്ന് ഒരിക്കലും നാം പുറകോട്ട് പോകാൻ പാടില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കരുത്. നാം അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിലേക്ക് അടുക്കാതെ ഒരിക്കലും നമുക്കൊരു വിജയമുണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എങ്ങനെയെങ്കിലും ജീവിതത്തെ തള്ളി മാറ്റിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്നുള്ളത് ഒരിക്കലും നടപടിയാകുന്ന കാര്യമല്ല. പരിശുദ്ധമായ ദീനിലേക്ക് തന്നെ മടങ്ങി വന്ന് പരിശുദ്ധമായ ദീൻ എന്താണോ കൽപ്പിച്ചത് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ തെളിവ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസിക്ക് യോജിക്കാത്ത യാത്രകളും വിനോദങ്ങളും ഒഴിവാക്കി നമുക്ക് യാത്ര എവിടത്തേക്കാകണം? യഥാർത്ഥ വിശ്വാസിയുടെ യാത്രയായി മാറണം. അല്ലെങ്കിൽ എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏതവസരത്തിലാണ് മരണപ്പെടുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മരണം ഒന്നാകണം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയോട് കൽപ്പിക്കപ്പെട്ട രീതിയിലുള്ള ആഘോഷങ്ങളിലും യാത്രകളിലും വിനോദങ്ങളുമായി ബന്ധപ്പെടണം. അല്ലാതെ മോശമായ രീതിയിലുള്ള ഒരു വിനോദങ്ങളിലും ഒരു ആർഭാടങ്ങളിലും പെട്ടുകൊണ്ട് പവിത്രമായ റമളാനിൽ ഞാനും നിങ്ങളും നേടിയെടുത്ത ആ ആത്മീയ വിശുദ്ധിയെ ഒരിക്കലും ഭംഗം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ആരും മുന്നോട്ട് പോകരുത് എന്ന് ഈ പവിത്രമായ ഈ ചെറിയ പെരുന്നാളിന്റെ സന്ദേശത്തിൽ ഉണർത്തിക്കൊണ്ട് അല്ലാഹു നന്മയുടെ യഥാർത്ഥ വാഗ്ദാക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന മഹല്ല് നിവാസികൾക്കും സഹോദര സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും വെട്ടിക്കാട്ട് നിന്ന് ബദരിയ ജുമാ മസ്ജിദിന്റെയും അൽ മദ്രസത്തുൽ ബദരിയയിലെ 1000 ഈദ് ആശംസകൾ നേരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹി